ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കൂട്ടാനാട്ടോ. നാടൻ പുഴുക്കാണ്, ഒരു പടു കൂട്ടാൻ. പാൽച്ചേമ്പിൻ്റെ തണ്ടും കപ്പയും വെച്ചിട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളേ പാൽച്ചേമ്പ് ഇങ്ങനെ ഇതേമാതിരി വീട്ടിലുണ്ടെങ്കിലേ, തൊടിയിലുണ്ടെങ്കിലേ അതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മൾ കപ്പ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടൊന്ന് വെച്ച് നോക്കി കൂട്ടാൻ നല്ലൊരു ടേസ്റ്റാട്ടോ. ഈ കൂട്ടാനൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ഹെൽത്തിയായ ഒരു കൂട്ടാനാട്ടോ. പടുകൂട്ടാൻ എന്ന് പറയും പണ്ടുള്ള ആൾക്കാർ. അതിനായിട്ട് നമുക്കേ പാൽച്ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് എടുത്തിട്ടേ, ഇതിൻ്റെ ചേമ്പ് അടിയിലുണ്ടാവും കേട്ടോ. ചേമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. തൊടിയിൽ നമ്മൾ വെട്ടി കളഞ്ഞാലും പിന്നെയും ഉണ്ടാവും. പക്ഷേ കപ്പയുടെ കൂടെ അത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പരിപ്പും ഇതും വെച്ചിട്ട് കറിയും വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നാടൻ കൂട്ടാങ്ങളൊക്കെ കൂട്ടിയാലേ നമുക്ക് നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളും രാസവളം ഇട്ടാത്ത സാധനം നമുക്ക് കഴിക്കാം. അപ്പം നമുക്കേ പാൽച്ചേമ്പിൻ്റെ തണ്ടേ ഒക്കെ ഒന്ന് തോല് കളയാട്ടോ. ഇതൊക്കെ ഒന്ന് തോല് കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി നുറുക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുക്കറിൽ ഒരൊറ്റ വിസിൽ വരുത്തിയാൽ മതി. ഇതിൻ്റെ ചേമ്പ് ഉണ്ടായാലേ ഒരു കാലത്ത് ഇത് ഉണ്ടാവുകയുള്ളൂ. ചേമ്പ് പക്ഷേ തണ്ടുകൊണ്ട് നമുക്ക് കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പരിപ്പും ചേമ്പും തണ്ടും കൂട്ടാൻ വെക്കും, കറി വെക്കും. നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കപ്പ വീട്ടിലുണ്ടെങ്കിൽ പാൽച്ചേമ്പിൻ്റെ തണ്ടും കപ്പയും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കൂട്ടാണ്ടാക്കും. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കട്ടോ. കുറച്ച് ചെറിയുള്ളിയും തേങ്ങയും കാന്താരി മുളകൊക്കെ ഇടുമ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ. കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചമുളക് ഇട്ടോളി. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിങ്ങാണ്ടേ ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിൻ്റെ തോലൊക്കെ ചെത്തുമ്പോഴേ കൈ ചൊറിയും കേട്ടോ. അത് നോക്കണം. കൈമ വെള്ളമൊന്നുമില്ലാതെ ചെത്തിയെടുക്കണം നമ്മളിത് കഴുകുമ്പോഴേ ഒരു കൊട്ടിക്ക് കഴുകിയിടുക. കൈ കൊണ്ട് തൊടരുതേ. കഴുകിയിട്ട് കൊട്ടിക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. കൈ കൊണ്ട് തൊട്ടാൽ ചൊറിച്ചിൽ വരും. അങ്ങനെ കാട്ടിയാൽ മതി. നമ്മൾ കൈയിട്ട് കഴുകാതിരുന്നാൽ മതി. കൈയിട്ട് കഴുകാനത് മരിക്കൊന്നും ഉണ്ടാവില്ല. വെറുതെ ഒന്ന് കഴുകുക. തൊലി കളഞ്ഞിട്ട് വെറുതെ ഒന്ന് കഴുകിയിട്ട് ഒരു കൊട്ടിക്ക് വാർത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർക്കാം. അങ്ങനെ നമ്മളെ കൂട്ടാനുകളൊക്കെ നുറുക്കിട്ടോ. കഷ്ണങ്ങളൊക്കെ നുറുക്കി, പാൽച്ചേമ്പിൻ്റെ തണ്ട് നുറുക്കി, കപ്പ നുറുക്കി ഒക്കെ നുറുക്കിട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ കുറച്ച് കാന്താരി മുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു 4-5 പണ വെളുത്തുള്ളി, കുറച്ച് തേങ്ങ. ആവശ്യത്തിന് തേങ്ങ ചേർത്തോളി. കുറച്ച് കൂട്ടാനുണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, അധികം കൂട്ടാനുണ്ടാക്കണമെങ്കിൽ അധികം തേങ്ങ വെച്ചോളുണ്ട്. ഞാൻ അപ്പോൾ ഇത്ര തേങ്ങ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ നന്നായി കഴുകി കൊട്ടിക്കൊക്കെ വാരിയെടുത്ത് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ വല്ലാതെ വെള്ളം ചേർക്കരുതേ. വെള്ളം പാകത്തിന് ചേർത്താൽ മതി. വെള്ളം അധികം കൂടും. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഓൾറെഡി ഈ ചേമ്പിൻ്റെ തണ്ടിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ ഇറങ്ങി വരും. പിന്നെ ഈ കപ്പ വേകാല ഒരു ലേശം വെള്ളം മാത്രം മതി. നല്ല വേകണ കപ്പയാകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ നമുക്ക് ഉപ്പിട്ടിട്ടേ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഇതിന് എന്നാൽ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും.
ഇനി നമുക്കേ ഈ ചെറിയുള്ളിയും ഈ കാന്താരി മുളകും വെളുത്തുള്ളി ചെറിയ ജീരകം തേങ്ങ ഇതൊക്കെ കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. അതൊക്കെ നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുക്കാം. ലേശം വെള്ളം ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം അധികം ഒഴിക്കരുത്. വെള്ളം അധികം ഒഴിച്ചാൽ കൂട്ടാനും ടേസ്റ്റ് പോകും. അങ്ങനെ ഇതൊക്കെ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് നന്നായി ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മറ്റേ കൂട്ടാൻ വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് തൊലി കളഞ്ഞ് എടുത്താൽ അതിൻ്റെ പണി ഒരുങ്ങി. പിന്നെ എളുപ്പമുണ്ട്. പിന്നെ തേങ്ങ ഇത് അരച്ചിട്ടേക്കാണ് പറഞ്ഞാൽ മതി. ഒരു വിസിലും വരുത്തിയാൽ മതി. നല്ലൊരു പടുകൂട്ടാൻ കേട്ടോ. നമ്മൾ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ പണ്ടത്തെ അമ്മമാരുണ്ടാക്കിയ കൂട്ടാനാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കാറുണ്ടാവും. പക്ഷെ ഇത് ഉണ്ടാക്കിയാൽ നല്ലതാണ്, നമുക്ക് ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അങ്ങനെ മിക്സിയുടെ ജാറിൽ നമുക്കിതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒക്കെ അടിച്ചെടുക്കുന്നു കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടോ. ഒരു വിസിൽ വന്നിട്ട് നമുക്കതിൻ്റെ വിസിൽ കയ്യോളം എടുക്കാതെ വിസിലൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ പാകത്തെ വേവായിട്ടുണ്ടാവും. അങ്ങനെ ഗേസ് നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ അരിഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് ചതഞ്ഞാൽ മതി, വല്ലാതെ അരയണമെന്നൊന്നുമില്ല. നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതക്കൂല, അതേപോലെ ചതച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ആ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണമെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചേമ്പും തണ്ടും കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടോ. ഇനി നമുക്കിത് ഈ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ട് തുള്ളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ തേങ്ങ ചതച്ചതേ അതിൽ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് തിളച്ചിട്ടേ നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് കടുർക്കട്ടോ. ഒന്ന് കടുർത്തെടുത്ത് അതിൻ്റെ പണി കഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റില്ല കൂട്ടാനകരം. നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ കഴിക്കാം. കഞ്ഞിയും കൂട്ടാനും ഭയങ്കര രസകരം. 10 മണിക്കൊക്കെ ഇപ്പോൾ ആരും കഞ്ഞി കുടിക്കാറില്ലല്ലോ. അങ്ങനെ ചോറിൻ്റെ കൂടിയും കഞ്ഞിൻ്റെ കൂടിയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഒന്ന് കടുർത്തെടുക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട്, ഈ വറ്റൽമുളക് എരി കുറവാണെങ്കിൽ ഈ വറ്റൽമുളക് ഇട്ടോളൂ. ഞാനിപ്പോൾ ഓൾറെഡി കാന്താരി മുളക് ഇട്ടതുകൊണ്ടേ ഞാൻ എരി അപ്പോൾ നല്ല ഉണ്ട്, കാന്താരി മുളകിൻ്റെ എരി ഉണ്ട്. ഈ കാന്താരി മുളക് ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടോളേ. ഞാൻ ഇപ്പോൾ ഇവിടെ കാന്താരി മുളക് ഉണ്ടാവുകൊണ്ട് നല്ലൊരു ടേസ്റ്റാട്ടോ. ഇനി നമുക്കതൊന്ന് കടുർത്തെടുക്കാം. അങ്ങനെ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇതായിക്ക് ഒഴിച്ചാൽ നല്ല അടിപൊളി കൂട്ടാൻ നമുക്ക് റെഡിയായി. നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ചേമ്പിൻ്റെ പാൽച്ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിലേ തൊടിയിൽ വെറുതെ ഉണ്ടാകണം കേട്ടോ. ഇതിന് വളമൊന്നും വേണ്ട, നമ്മൾ വെട്ടിക്കളഞ്ഞാലും പിന്നെയും ഉണ്ടാവും. ഇതിൻ്റെ തണ്ടാണ് ഇതിൻ്റെ കയമ്പിനേക്കായും ടേസ്റ്റ് ഉണ്ടാകുക. ഇതിൻ്റെ അടിയിലെ ചേമ്പിനേക്കായും ടേസ്റ്റ് ഇതിൻ്റെ തണ്ടാണ്. ചേമ്പും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതിനേക്കായും ടേസ്റ്റ് ഇതിൻ്റെ തണ്ടാട്ടോ. തണ്ട് പരിപ്പും ഈ ചേമ്പും തണ്ടും ഇട്ടാണ്ട് കറി ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാനൊന്ന് ഇടാറുണ്ട്. ഞങ്ങളെ തൊടിയിൽ നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനം. അങ്ങനെ ഗെയ്സ് വേപ്പിൻ്റെ ഇല ഇട്ട് നമുക്കേ കൂട്ടാനായി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ പുഴുക്കായി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏറ്റവും സ്വാദിഷ്ടമായും ഹെൽത്തിയുമായ കൂട്ടാൻ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളി. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കും കമൻസും ഒക്കെ അറിയിക്കണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.